ഉറുമ്പുകളുടെയും പുൽച്ചാടിയുടെയും കഥ. ഒരിക്കൽ വെയിൽ നിറഞ്ഞ ഒരു വലിയ വയലിൽ ഒരു പുൽച്ചാടി രുചികരമായ പച്ചപ്പുല്ല് തിന്നുകൊണ്ട് ചുറ്റും ചാടിക്കൊണ്ടിരുന്നു. വയറു നിറയുന്നതുവരെ അവൻ തിന്നുകൊണ്ടിരുന്നു. പിന്നെ സന്തോഷകരമായ ഹൃദയത്തോടെ അവൻ തന്റെ ചെറിയ ഫിഡിൽ വായിക്കാൻ തുടങ്ങി. വായുവിൽ സന്തോഷകരമായ സംഗീതം നിറച്ചു. സൂര്യൻ ചൂടായിരുന്നു. പുൽച്ചാടി എക്കാലത്തെയും മികച്ച ദിവസം ആഘോഷിക്കുകയായിരുന്നു. അവൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ഉറുമ്പ് ഒരു വലിയ ധാന്യക്കഷണം പുറകിൽ വഹിച്ചുകൊണ്ട് നടന്നു. ഉറുമ്പ് വളരെ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. അതിന്റെ ചെറിയ കാലുകൾ ധാന്യത്തിന്റെ ഭാരത്തിൽ വേഗത്തിൽ ചലിച്ചു. ഹേയ് സുഹൃത്തേ, പുൽച്ചാടിയെ വിളിച്ചു. നീ വന്ന് എന്നോടൊപ്പം പാടരുതേ. ഉറുമ്പ് തലയാട്ടി. എനിക്ക് കഴിയില്ല, അവൻ പറഞ്ഞു. എനിക്ക് ശൈത്യകാലത്തേക്ക് ഭക്ഷണം ശേഖരിക്കണം. പുൽച്ചാടി ചിരിച്ചു. ശീതകാലം, പക്ഷേ ഇപ്പോൾ വെയിലും ചൂടുമാണ്. ശൈത്യകാലത്തെക്കുറിച്ച് വിഷമിക്കാൻ ധാരാളം സമയമുണ്ട്. പക്ഷേ ഉറുമ്പ് ജോലി തുടർന്നു. വരാനിരിക്കുന്ന തണുപ്പുള്ള ദിവസങ്ങൾക്കായി കൂടുതൽ ഭക്ഷണം ശേഖരിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഇലകൾ കൊഴിയാൻ തുടങ്ങി. വെട്ടുക്കിളി ഉറുമ്പിനെ നോക്കി ചിരിച്ചു. വിഡ്ഢി ഉറുമ്പ്, അവൻ സ്വയം പറഞ്ഞു. ശീതകാലം വളരെ അകലെയാണ്. നമുക്ക് സൂര്യപ്രകാശം ആസ്വദിക്കണം. താമസിയാതെ തണുത്ത കാറ്റും മഞ്ഞുമൂടിയ പ്രഭാതങ്ങളുമായി ശൈത്യകാലം വന്നു. കഴിക്കാൻ ഭക്ഷണമില്ലെന്ന് മനസ്സിലാക്കി വെട്ടുക്കിളി തണുപ്പിൽ വിറച്ചു. അവന് വളരെ വിശക്കുകയും വളരെ സങ്കടപ്പെടുകയും ചെയ്തു. അവൻ ഉറുമ്പിനെയും അതിന്റെ വലിയ ഭക്ഷണക്കൂമ്പാരത്തെയും കുറിച്ച് ചിന്തിച്ചു. പ്രതീക്ഷയോടെ അവൻ ഉറുമ്പിന്റെ വാതിലിൽ മുട്ടി. ദയവായി. ദയയുള്ള ഉറുമ്പ്, വെട്ടുക്കിളി പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് തരാമോ? എനിക്ക് വളരെ വിശക്കുന്നു. ഉറുമ്പ് പുൽച്ചാടിയെ നോക്കി പറഞ്ഞു. നീ എന്നെ വിഡ്ഢിയെന്ന് വിളിച്ചത് ഓർമ്മയുണ്ടോ? നീ ആസ്വദിക്കുമ്പോൾ ഞാൻ ശൈത്യകാലത്തിനായി ഒരുങ്ങുന്ന തിരക്കിലായിരുന്നു. ഇപ്പോൾ എന്റെ കുടുംബത്തിന് എനിക്ക് ആവശ്യത്തിന് ഭക്ഷണമുണ്ട്, പക്ഷേ പങ്കിടാൻ പര്യാപ്തമല്ല. വെട്ടുക്കിളി ലജ്ജയോടെ തല താഴ്ത്തി. ശൈത്യകാലം മുഴുവൻ അയാൾക്ക് തണുപ്പും വിശപ്പും ഉണ്ടായിരുന്നു. അതോടെ അയാൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം പഠിച്ചുവെന്ന് മനസ്സിലായി. ജോലിക്ക് ഒരു സമയമുണ്ട്, കളിക്കാൻ ഒരു സമയമുണ്ട്.